നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ഇന്ന് കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ കേന്ദ്രത്തിലുള്ളത് കൊണ്ട് കേരളം ഏറെ പ്രതീക്ഷയും വെച്ച് പുലർത്തി. അതില് ഒരു മന്ത്രി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനം നടത്തുന്നതിൽ വലിയ ഒരു ബഹുസമർത്ഥനാണ്. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തിയ ആളാണ് സുരേഷ് ഗോപി. അത് കഴിഞ്ഞും പിന്നീട് വിജയിച്ച ശേഷവും അദ്ദേഹം ഇത്തരത്തിൽ പല പ്രഖ്യാപനങ്ങളും പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്വർഗമാക്കി കളയും എന്നുള്ള രീതിയിലാണ്. ശ്രീ കെ എം ഷാജഹാൻ, സുരേഷ് ഗോപി ഇപ്പോഴും ഒരു മായിക ലോകത്താണോ കഴിയുന്നതെന്ന് സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനെ സമാനമായിട്ടുള്ള ഒരു വിഷയം ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മൾ എടുത്തൊന്ന് ചർച്ച ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷമാണോ എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന സംഭവ വികാസങ്ങളല്ലേ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് ഉണ്ടായത് എന്താ? അയാള് കേന്ദ്ര സഹമന്ത്രി, പെട്രോളിയം അല്ലെ, പെട്രോളിയം ടൂറിസം ഊർജം അതിന്റെയൊക്കെ സഹമന്ത്രിയായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് വേണ്ടി ഒരു 3-4 പേര് ഈ സുരേഷ് ഗോപിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനത് കണ്ടു. സത്യം പറഞ്ഞാല് മായിക ലോകം എന്നുള്ളതിനപ്പുറത്ത് എന്തോ ഒരു സമനില തെറ്റിയ പോലെയാണ് ഇയാളുടെ സംസാരം എന്നുള്ളത് എനിക്ക് തോന്നിയത്. അയാൾ അതിനകത്തും ഇന്ദിരാഗാന്ധിയെയും കരുണാകരനെയും ഇവരെയൊക്കെ അയാൾ പൂഴ്ത്തുകയാണ്. ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇയാൾക്ക് പറ്റിയത് എന്ന് നമുക്ക് തോന്നും. രാജ്യം കോൺഗ്രസ് മുക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയുടെ മനസ്സിലായില്ലേ? ഇപ്പോഴും അയാളത് ചെയ്യുകയാണ്. എന്നിട്ട് അയാളോട് സിനിമയിലെ പിന്നെന്തോ ഭരചന്ദ്രൻ IAS എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭരചന്ദ്രൻ എന്നാണ്. അപ്പൊ അതിനുള്ള മറുപടി എന്താണെന്നറിയാമല്ലേ? എനിക്ക് ഇതുപോലുള്ള റോളുകൾ തരാൻ എൻ്റെ സിനിമ സംവിധാനം ചെയ്ത പിന്നെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കൊക്കെ എങ്ങനെ തോന്നി? അങ്ങനെ തോന്നണമെങ്കിൽ അവരുടെ ചില ഭാഗങ്ങൾ എൻ്റെ വ്യക്തിത്വത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ അങ്ങനെ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഓരോ ശരീരഭാഷയും, അയാളുടെ ഈ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, അയാളുടെ പോസ്റ്റേഴ്സ്, ഗസ്റ്റേഴ്സ് എല്ലാം അയാൾ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നലിൽ, അയാൾ എന്തൊക്കെയോ ആണ് എന്നുള്ളത് കൊണ്ട് അയാളെ അന്വേഷിച്ച് ഈ സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അയാളെന്തോ വലിയവനായതുകൊണ്ടും മഹാനായതുകൊണ്ടുമാണ് കാൽക്കൽ കൊണ്ട് ഈ അധികാരമൊക്കെ വെച്ചതെന്നും അയാൾ എവിടെയോ അതിന്റെ സംഭാഷണത്തിൽ എന്തോ പറഞ്ഞത്, ഏതോ ഒരു അവസരത്തിൽ എന്തോ ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ടും അയാൾ പോയില്ല. ഇന്റർവ്യൂല് അയാൾ പറയാ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പോയില്ല. അതിനകത്ത് എന്ത് സ്വരമാണ് നമ്മൾ എടുക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ എന്നിട്ട് ഇപ്പൊ തൃശ്ശൂരൊക്കെ അയാളെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് അയാളെ വിജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ വിജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു. ഇതാണ് അയാളുടെ ചോദ്യം. ഒന്ന് സംസാരം. 2, അയാൾ പറയുന്നത് എന്താണ്? 2, അയാൾ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യത്തിന് അയാൾ മറുപടി പറയില്ല. BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പോലും അയാൾ മറുപടി പറയില്ല. BJPക്ക് നിങ്ങളുടെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് നേട്ടമല്ലേ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിനും BJPക്ക് അനുകൂലമായിട്ട് അയാൾ മറുപടി പറയില്ല. ഇപ്പൊ എന്നെ പോലുള്ള ആളുകള് ഇയാൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും അതിനൊരു ആധികാരിക കിട്ടിയത് എപ്പോഴാണ്? CK പത്മനാഭൻ എന്ന് പറഞ്ഞ BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് പച്ചയായി വന്നിട്ട് പറഞ്ഞു ഇയാൾ BJP അല്ല, ഒരു സിനിമാക്കാരനാണ് എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ഒരു ഓത്തന്റിസിറ്റി കിട്ടി ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. അയാൾ വളരെ കൃത്യമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ പറഞ്ഞു. CKP വളരെ കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടിയുള്ള എന്ന് മാത്രമല്ല അയാൾ ഈ അധികാരത്തിന്റെ പുറകെ പോകുന്ന ആളുകൾ. അയാൾ അടങ്ങി ഒതുങ്ങി കണ്ണൂർ ജീവിക്കുന്നില്ല. പക്ഷെ അയാൾ വളരെ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഈ സാധനങ്ങൾ പറഞ്ഞു. ഇയാൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും 10 വോട്ട് BJPക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭാരതമാത
എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് അയാൾ പറയുന്നത്. ഭാരതമാണ് മാതാവ് എന്നാണ് BJP-ക്കാരും RSS-കാരും പറയുന്നത്. പക്ഷെ ആ ഭാരത മാതാ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയുന്ന ആളാണ് ഇയാൾ. അതൊക്കെ CK പത്മനാഭന്റെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഞാനത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇയാൾ നേരത്തെ BJP-യുടെ MP ആയിരുന്നു, രാജ്യസഭാ മെമ്പർ ആയിരുന്നു. ആ സമയത്തും അയാൾ BJP-ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും അയാൾ പറഞ്ഞിട്ടില്ല. BJP ഒരിക്കൽ പോലും അയാൾ പിന്തുണച്ചിട്ടില്ല. ഇപ്പോഴും അയാൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് അയാളൊരു വലിയ ബാധ്യതയാകാൻ പോവുകയാണ് എന്നുള്ളത് ഏതാണ്ട് BJP-ക്കാർക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അയാൾ ഇടയ്ക്ക് നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എന്തോ പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൈസ ഇത് അതായത് സർക്കാർ ഇതര പരിപാടികൾക്ക്, അതായത് ഉദ്ഘാടന ചടങ്ങ് മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ പണം വാങ്ങിക്കും എന്ന്. അത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കിനോ ഓർഫനേജ് കൊടുക്കോ എന്തെങ്കിലും ആകട്ടെ, പക്ഷെ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രയും ബോധമേ അയാൾക്കുള്ളൂ. അയാൾ ജയിക്കുകയും കൂടെ ചെയ്തതോടുകൂടി അയാൾ എന്തോ ഒരു വലിയൊരു ഹാലൂസിനേഷനിലാണ് അയാൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? എനിക്കൊരു സംശയം, അല്പനായോ? അല്ല, അയാളൊരു അല്പനാണെന്നുള്ളതൊരു വസ്തുതയല്ല, അത് അയാൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഏത് പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിലും ആ പൊളിറ്റിക്കൽ ലീഡറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള ഭാഗം അയാൾ നിൽക്കുന്ന പാർട്ടിയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കോൺഗ്രസ് ആയതുകൊണ്ടല്ലേ അയാൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അയാൾ എത്ര കാരുണ്യവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോൺഗ്രസ് അല്ലായിരുന്നെങ്കിലും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി പൊളിറ്റിക്സ്, ഐഡിയോളജി എന്നൊക്കെ പറയുന്നതാണ് രാഷ്ട്രീയക്കാരെ നയിക്കുന്ന അടിസ്ഥാന സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പൊളിറ്റിക്സും ഇല്ല, ഐഡിയോളജി ഇല്ല. ഇയാൾക്ക് ഇയാളെന്നുള്ള ഒരു ഐഡന്റിറ്റി, ഒരു പേഴ്സൺ എന്നുള്ള ഒരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് അയാൾ രാഷ്ട്രീയത്തിന് മുകളിലും പ്രത്യയശാസ്ത്രത്തിന് മുകളിലും അയാൾ സ്ഥാപിക്കുന്നത്. അതൊന്നുമല്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തൃശ്ശൂര് തന്നെ BJP-യുടെ കേഡേഴ്സ് ആയിക്കോട്ട് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ജയിക്കുമായിരുന്നു? അയാൾ ഒരിക്കലും ജയിക്കത്തില്ലായിരുന്നു. അപ്പം ഇത് അയാൾക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ളത്, അയാൾക്ക് ബോധ്യമാവില്ല. മനസ്സിലായോ? അയാൾ ഏതോ ഒരു സിനിമാ നടന്റെ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. സിനിമാ നടനാണ്, ഞാൻ ഏറ്റവും വലിയവനാണ്, എന്നെ എല്ലാവരും അംഗീകരിച്ച് കൊണ്ടു കിടക്കുകയാണ്, ഞാൻ എന്ന അല്ലെ അമ്പട ഞാനേ എന്ന് പറയുന്ന പോലെ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. അയാൾ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അത് വലിയ ബാധ്യതയായിരിക്കും. അയാള് ഒരു കാരണവശാലും 5 വർഷം പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസം എനിക്ക് വളരെ നേരത്തെ തന്നെ ഇല്ല. ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും അയാളുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അയാളുടെ പ്രകടനം കാണുമ്പോഴെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അയാളുടെ ഒരു സെൽഫിലല്ല, അയാൾ വേറെ എവിടെയോ ആണ്. ഈ പ്രോട്ടോകോൾ തെറ്റിച്ചെന്തെങ്കിലും വാവിട്ട വാക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. എന്ന് മാത്രമല്ല, അയാൾ അടി മുതൽ മുടി വരെ BJP-യുടെ അണികളെ നേതാക്കന്മാരെ എല്ലാം ഇപ്പോൾ തന്നെ എതിരാളിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെയും കൊണ്ട് പോകാൻ കഴിയുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നി. പക്ഷേ ഇതൊരു പാർട്ടിക്കൊരു ബാധ്യതയാകും എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പാർട്ടി എടുത്തു കാണിക്കുന്നത്, കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നൊരു MP കേരളത്തിന് ലഭിച്ചു. അതിലൂടെ ഇവര് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വെച്ചുകൊണ്ടാണ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ സീറ്റ് നേടുക, മറ്റിടങ്ങളിൽ കൂടുതൽ വോട്ട് നേടുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തടസ്സമായി വരും. അല്ല, അതിന് സംശയമൊന്നുമില്ല. അതിനെല്ലാം ഇയാൾ തടസ്സമാകും. ആ ശ്രമങ്ങൾക്കെല്ലാം ഇയാൾ തടസ്സമാകും. ഇപ്പൊ തന്നെ അയാൾ എവിടെയോ ചേലക്കരയിലോ മറ്റോ പോയിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞത്, പിന്നെ ചേലക്കര ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അടുത്ത നിയമസഭ പിടിക്കും എന്ന് അയാൾ പറഞ്ഞു. ഉടനെ ഇയാൾ പോയിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, ഒരു 35 MLA-മാരെങ്കിലും നമുക്ക് അടുത്ത തവണ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നെഗേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായും ഇതൊരു വലിയ ഈഗോ പ്രശ്നമായിട്ട് മാറും. BJP-യുടെ നേതാക്കന്മാര് പിന്നെ ഇയാൾക്കെതിരെ പറയും, ഇയാൾ BJP നേതാക്കന്മാർക്കെതിരെ പറയും. ഇത് പരമാവധി അകന്നാകുന്ന ഇത് പോകും. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഭ്രാന്ത് എടുത്തിട്ട് ഇയാൾ രാജിവെച്ചാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈഗോയാണ് അയാൾക്ക് പ്രധാനം. അപ്പൊ ഒരു സംഘടനാ സംവിധാനവും ഒന്നും ഇദ്ദേഹത്തിന് വശമില്ല. അല്ല, വശമില്ല എന്നുള്ളതല്ല, അതിലൊന്നും പിന്നെ വഴങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ അല്ല അയാൾ. കാരണം ബേസിക്കലി നിങ്ങളാണ് ഏറ്റവും വലുതെന്നും നിങ്ങളുടെ കീഴെയാണ് എല്ലാം എന്നും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിടത്തും പിടിച്ചിരിക്കാൻ പറ്റില്ല.
ഇപ്പൊ പാർട്ടിക്കകത്ത് തന്നെ വന്നിട്ട് ഒരാൾക്ക് തോന്നുകയാണ് ഞാനാണ് എല്ലാത്തിനും മുകളിൽ. ഇപ്പൊ പിണറായിയുടെ അവസ്ഥ കണ്ടില്ല, ഇപ്പൊ അപ്പം കൂടെ പറയില്ലേ ഇപ്പൊ ആളുകൾ, മനസ്സിലായി. അപ്പൊ പാർട്ടിക്കകത്ത് വന്നിട്ട് പോലും പാർട്ടിയേക്കാൾ വലിയവൻ താനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ ഞാനാണ് എല്ലാം എന്ന് പിന്നെ ഇയാൾക്ക് തോന്നുന്നിടത്തോളം കാലം ഇയാൾക്ക് ഒരു കാരണവശാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അയാളൊരു നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ പ്രസ്താവന നടത്തുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഇറക്കുന്നതിനേക്കാൾ വലിയ അപകടമായിരിക്കും നിങ്ങൾ അകത്ത് നിന്നുകൊണ്ട് ഈ പ്രസ്താവന ഇറക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അപകടം BJP-ക്കാര് ഇയാൾ ജയിച്ചതിന്റെ പ്ലസ്സേ അവർ മനസ്സിലായിട്ടുള്ളൂ, മൈനസ് അവർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളത്തിൽ നിന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നു, അതോ അവർക്കും വഴങ്ങി കൊടുക്കത്തില്ല? അല്ല, ആർക്കും വഴങ്ങി കൊടുക്കില്ല, അയാൾ വഴങ്ങി കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അയാള് വിചാരിക്കുന്ന പറഞ്ഞാൽ അയാളുടെ കീഴിൽ നരേന്ദ്രമോദി, അയാളുടെ മുകളിൽ നരേന്ദ്രമോദി അമിത്ഷായും മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ വെച്ചാൽ അവരുമായിട്ടുള്ള സ്ട്രേറ്റ് ഡീലിങ്സിനെ കുറിച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. മോഡിജിയുമായിട്ടുള്ളത് അമിത്ഷായുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ. അപ്പൊ മോഡിജി അമിത്ഷാ കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപി, ആ ലെവലിലേ അയാൾ നിൽക്കുള്ളൂ. അതിന് മുകളിലും താഴെ ഒന്നും ഒരാളെ അയാൾ വാങ്ങി വയ്ക്കത്തില്ല. പ്രത്യേകിച്ച് ഇപ്പൊ അയാൾ MP കൂടെ ആയി, അയാൾ മന്ത്രി ആയതുകൊണ്ട് ഉമാർക്കൊന്നും പുല്ലുവില അയാൾ കൊടുക്കത്തില്ല. അയാളുടെ രീതിയിൽ നടക്കും. ആ നടക്കുന്നതിന്റെ ഭാഗമായിട്ടെല്ലാം BJP-ക്ക് തിരിച്ചടി ഉണ്ടാവും. അത് വലിയൊരു ഫ്രിക്ഷനിലേക്ക് വരും. അവസാനം അയാളെ ഒന്നുകിൽ എടുത്ത് പുറത്ത് കളയുകയോ, അതിനേക്കാൾ സാധ്യത എനിക്ക് തോന്നുന്നത്, അതിനേക്കാൾ സാധ്യത അയാൾ ഇത് ഒഴിവാക്കിയിട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് പിന്നെ അയാളെന്തോ ലോകത്താണ്, അതൊന്നും ഇനി മാറ്റാൻ. ലോകത്ത് നിൽക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല ദോഷം, പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകും. അല്ല, BJP-ക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകാൻ പോകും. അതിന് യാതൊരു സംശയമില്ല. ഒരു ഇഞ്ച് പോലും അയാൾ മാറില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അയാളുടെ ഓരോ വാചകവും. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പിന്നെ തുകയൊക്കെ കൂട്ടി, പിന്നെ 2 കാരവാൻ വേണം. ഒന്ന് ഇദ്ദേഹത്തിനും ഷൂട്ടിംഗ് സ്ഥലത്ത്, മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്കൊക്കെ കഴിയാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ നോക്കിക്കോളൂ, അധികം ഇത് പോവില്ല. അയാള് ഞാൻ പറഞ്ഞില്ലേ, കുറിച്ച് വെച്ചു അയാൾ മിക്കവാറും രാജിവെച്ച് പോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ നീക്കം കണ്ടാൽ നമുക്ക് ബോധ്യമാകുന്നത്.